അപ്പം ഞാനിതാ ഇന്ന് വീട്ടിൽ വന്നതാണ്. വീടെല്ലാം ഫുള്ള് ഇവിടെയെല്ലാം പച്ചക്കറികളും മരങ്ങളും മറ്റേ വാഴയെല്ലാം ആയിട്ട് നിങ്ങൾക്ക് വീടൊന്നും കാണൂല കേട്ടാ. എൻ്റെ തറവാടാണ്. പിന്നെ അങ്ങനെ ഞാൻ വന്നതാണ് വീട്ടിൽ. ഇനിയിപ്പോൾ ഞാൻ മറ്റന്നാൾ പോകുന്നതാണ് ഗൾഫിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അന്ന് ഞാൻ കുറച്ചെല്ലാം കാണിച്ചു തന്നിനല്ലേ. അപ്പോൾ ഇന്ന് ഞാനിതാ നമുക്ക് ഒരുപാട് പച്ചക്കറി വയലുണ്ട്. ചീര, വെള്ളരി അല്ലേ അമ്മ? അങ്ങനെ അടുത്തേക്ക് പോകാം നമുക്ക്. അത് കാണിച്ചു തരാം കേട്ടാ. നല്ല റോഡ് കണ്ടാ. ഇപ്പൊ ഈ റോഡെല്ലാം കാണുമ്പോൾ കൊതിയാന്ന്. പണ്ടിങ്ങനെ റോഡൊന്നും ഇല്ല. ഞാൻ പറഞ്ഞിട്ടത് കേട്ടാ. ഞാനത് കണ്ടിട്ടില്ലേനു. ഞാൻ വെച്ചേ അതാര്. പിന്നെ ഇവരെല്ലാം ഇങ്ങനെ കുറച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാ ഞാൻ ചീര വയലിലേക്ക് പോവാന്ന് കേട്ടോ. ചീര വയൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ പോകാൻ തോന്നൂല. ഇപ്പം വൈകുന്നേരമാണ് കേട്ടാ. ഞാൻ അധികം വൈകുന്നേരം ഇങ്ങോട്ട് വരുക. അപ്പൊ ചീരവയൽ കാണാം. പോകുന്ന വഴിക്കൽ മാവലുണ്ടല്ലേ അമ്മ. എത്രയാ മാവ്, എല്ലായിടത്തും മാവുണ്ടല്ലേ. കുറേ മാറിപ്പോയല്ലേ. തെങ്ങിന് തേങ്ങ കാണിക്കമ്മ. നോക്കിയാ എത്രയാ തേങ്ങ അല്ലേ. കൊറേ തേങ്ങ. എന്നാ തേങ്ങാക്കുലകൾ ആടും. അത് കേട്ടോ. ഇതാ തേങ്ങാക്കുലകൾ ആടുന്നു അമ്മു. തേങ്ങാക്കുലകൾ ആടുന്നു ഒരു പാട്ട് ഓർമ്മ വരുന്നു കേട്ടാ. ചീര അമ്മു എന്താ രസല്ലേ. ഇതുണ്ട ഇപ്പം കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അടുത്ത് കടലാന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത് കേട്ടാ. ഇതിന്റെ അടുത്ത് തന്നെ കടലാന്ന് കേട്ടാ. നമ്മളിപ്പം ബീച്ചിൽ പോകണമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പോയതാങ്കിൽ ബീച്ചിലെ കാഴ്ചകളെല്ലാം ഇടാം. ഇത് ചീര ഉണ്ടാ. ഇതെല്ലാം എൻ്റെ അമ്മേന്റെ ചീരയാ. ഇറങ്ങട്ടെ. ഞാൻ ചീരയിലോട്ട് ഇറങ്ങാൻ പോകുന്നു. ഇതല്ല ഉറപ്പല്ലേ. അയ്യോ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്ത് രസാന്ന്. ഇതാണ് ശരിയായ പ്രകൃതി ഭംഗി കണ്ട. കാരണം ഇതെല്ലാം എൻ്റെ അമ്മേന്റെ ചീര കേട്ടാ. ഇതെല്ലാം നമ്മളതാ. ഇതാ നോക്കിയാ എത്രയാ. അതിന്റെ ഇടയിൽ കാണുന്ന എന്നാന്ന് അമ്മു ഈ ചീരൻ? പയറത്. ചീരന്റെ ഇടയിൽ പയറുണ്ട്. പിന്നെ അത് അല്ല, അത് വെള്ളരി. ഇത് വെള്ളരി. അമ്മമ്മല്ലേ. ഇത് പയറും ഉണ്ട് വെള്ളരിയും ഉണ്ട് കേട്ടാ. ഇത് കണ്ട. ഇത് വെള്ളരിന്റെ കേട്ടാ. വെള്ളരിക്ക. ഇതെല്ലാം വെള്ളരിക്കൻ്റെയാണ്. പിന്നെന്നാ പറയാ മക്കളെ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇതാ ചീരയെല്ലാം കണ്ട നിങ്ങൾ. ഇതിനിപ്പം വളരാൻ ഇപ്പോൾ ഒരാഴ്ച അല്ലേ കൊണ്ട് ഇതെല്ലാം വളർന്ന് നല്ല ഫ്രഷ് ചീര, ഓർഗാനിക് ചീര കണ്ട. ഒരു കെമിക്കലും ഇല്ലാത്ത. അതാണ് ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നല്ല ചീരയും നല്ല പച്ചക്കറികൾ എല്ലാം ഇവര് തന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത് കഴിക്കാം. ഉണ്ട്. നല്ല പയറൊക്കെ നല്ല ടേസ്റ്റാന്നേ. പക്ഷെ ഞാൻ കുറേ ആയി കഴിച്ചിട്ട്. ഇതാ ഈ ചീരന്റെ ഇങ്ങോട്ട് കുറേ നല്ല കളറുണ്ട് ചീര. ഞാൻ ഇങ്ങോട്ട് നടന്ന് വരുമെന്ന് കേട്ടാ. ചീര കിടക്കുന്ന നോക്കിയാ നിങ്ങള്. അങ്ങ് നോക്കിയാ അമ്മ. അതാ അങ്ങ് നോക്കിയാ എത്ര പശുവിനെ കണ്ട. പശു കണ്ട. അയ്യോ പശുക്കള്. ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുമ്പം എന്ത് രസല്ലേ. പശു ചീര. ഇങ്ങനെ അങ്ങേ തല മുതൽ ചീരയുണ്ട് കണ്ട. പരന്നു കിടക്കുക ചീര കൃഷി. അതിന്റെ അപ്പുറത്ത് വെള്ളരിക്ക. അതെല്ലാം നട്ടു കൊടുത്തതാട്ടാ. ഓരോന്നുണ്ട്. വെള്ളരിക്കയും അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട് കൃഷി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടില്ലേ പച്ചക്കറികൾ നട്ടത്. പക്ഷെ നോക്കാം, പോയി നോക്കാം. ബാ അമ്മു പോകാം. പുല്ലിൽ പോല. പുല്ലിൽ അമ്മുന് പേടിയൊന്നുമില്ല. പക്ഷെ എനക്ക് പേടിയാട്ടാ പുല്ലെല്ലാം കാണുമ്പോ. ഞാൻ പണ്ട് എന്താ പറയണേ ജനിച്ച് കളിച്ച് വളർന്നതെല്ലാം ഈടിയാണ്. പക്ഷെ അന്ന് എനക്ക് ഒരു പേടിയില്ല. ഇതുപോലെ പുല്ലിലൂട്ടെല്ലാം ഓടിച്ചാടി കളിച്ചിനെ. പക്ഷെ ഇപ്പൊ എനക്ക് കുറെ കാലമായിട്ട് പേടിയാ. പുല്ലിലെല്ലാം കാല് വെക്കുമ്പോ കണ്ടാ നിങ്ങള് പേടിച്ച് അയ്യോ എനക്ക് പേടിയാണ് അമ്മു. അപ്പൊ അങ്ങനെ അമ്മു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനക്ക് പേടിയില്ല. അപ്പൊ നമ്മളിനി അടുത്ത അമ്മു വെള്ളരി അല്ലേ. അയ്യോ ഞാൻ കേറട്ടെ. അടുത്ത വെള്ളരി കാണാൻ പോവാം. ഹായ്, എന്താ പേര്? നല്ല കുട്ടി. അപ്പൊ യൂട്യൂബ് ആണല്ലോടാ. ഞാൻ യൂട്യൂബർ ആട്ടാ. എൻ്റെ യൂട്യൂബ് കാണുവാ അമ്മു പറഞ്ഞു കൊടുക്ക് പേര്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുട്ടി സബ്സ്ക്രൈബർ. അങ്ങനെ ഒരു കുട്ടി സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ആ കുട്ടി കാണാറുണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ പശു കരയുന്നുണ്ടാ. അന്ന നോക്കിട്ടാ കരയുന്നമ്മു. പശു
പശു നോക്കി ഇങ്ങോട്ട് നോക്കിട്ടാ കരയുന്നു. അയ്യോ ആ പശു ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. ഇല്ലാണ്ട് നമ്മൾ ഓടും കേട്ടാ. ഇപ്പം പേടിയാ. അയ്യോ എന്താ വരുന്നുണ്ട്, എന്താ പറയാ, കാടെല്ലാം കണ്ട ഉണ്ടാവലുണ്ട്. മയില് വരുത്തുണ്ട്. അപ്പൊ ഇതായിരുന്ന വീട്. നമ്മള് നടന്ന് ഇങ്ങനെ എടി എത്തിയട്ടാ. ഞാൻ ശരിക്കും പറഞ്ഞ വീട്ടിൽ വന്ന ഇപ്പം താർട്ടതാ. എന്ത് രസാ, ഇവിടെയെല്ലാം വീട് വരുന്നുണ്ടല്ലേ. പണ്ട് ഇവിടെയൊന്നും വീടൊന്നുമില്ല. അപ്പൊ ഇതിലെയാ കാടാണോ അമ്മു? ഇവിടുന്ന് നോക്കാം അല്ലേ നമുക്ക്, വാ. അപ്പൊ അമ്മ പറഞ്ഞ ഇടിയുണ്ട് അമ്മമ്മേന്റെ പച്ചക്കറി അല്ലേ. അപ്പൊ ഇതെല്ലാം എന്റെ അമ്മേന്റെ ഏട്ടാ. അമ്മ പ്രേതമൊന്നുമില്ലല്ലോ. എനിക്ക് ഇങ്ങോട്ടെല്ലാം വരാൻ പേടിയാ, പ്രേതം. ഇവിടെ നോക്കാം. ഇതാണ് കേട്ടാ. ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ. അതണ്ടാ, അതെല്ലാം വെള്ളരിക്ക അല്ല, വെള്ളരിക്ക അമ്മോ, ചീര. വെള്ളരിക്കന്റെ ഇടയിൽ ചീരയും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ആ ഞാൻ കണ്ടാ എങ്ങനെയുണ്ട് അമ്മു? ആ അപ്പൊ അങ്ങത്തോളുണ്ട് കേട്ടാ, അങ്ങത്തോളുണ്ട്. പിന്നെ ഇത് അങ്ങണ്ട അങ്ങ് കൊറേ വേറെ ആൾക്കാരെല്ലാം കണ്ട നടക്കുന്ന അങ്ങ് കണ്ട നിങ്ങള്. അങ്ങ് ഇവിടെ മൊത്തം എല്ലാവർക്കും ഉണ്ട് കേട്ടാ പച്ചക്കറി കൃഷി. അങ്ങ് വേറെ ആൾക്കാർ കണ്ട ഒരുപാട് പച്ചക്കറി. എവിടെ നോക്കിയാലും പച്ചക്കറികളെ കാണാനുള്ളൂ കേട്ടാ. എന്ത് രസല്ലേ ഇതെല്ലാം. എന്തൊരു നല്ല നാടല്ലേ. എൻ്റെ നാട് നല്ല നാടാട്ടാ. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള നാട് തന്നെയാ. പണ്ട് ഈടില്ലേ, പണ്ട് നമ്മളെ ചെറുപ്പത്തിലില്ലേ, ഈടെ ഫുള്ള് വലിയ കാടാ. ആ ഈ കാണുന്ന സ്ഥലമെല്ലാം കാടാ. ഇപ്പൊ ഞാൻ അനക്കന്നെ ഇവിടെ ഫുള്ള് കാടാണ്. പണ്ട് മൊത്തം കാടായിരുന്നു. ഇവിടെ ഒന്നുമില്ല. ഇത് മറ്റേ ഇവരെ വീടല്ലേ, ഭാരതേശിന്റെ. ആ ഒരു വീടല്ല. ആ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതൊന്നുമല്ല, വേറെ വഴി. എവിടെയെല്ലാം കാടാ, ഭയങ്കര കാടാ. നമ്മളിങ്ങനെ നടന്ന് കളിക്കുന്നല്ലേ ചെറിയ പ്രായത്തില്. അയ്യോ പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയാന്ന് കേട്ടാ. മറ്റേ കയ്യമ്മാവ്, എന്താ പറയാ, കയ്യമ്മാങ്ങ. അതിന്റെ കയ്യമ്മാങ്ങയും അണ്ടിയെല്ലാം പൊറുക്കാൻ വരും. ഇത് പൊറുക്കാൻ വേണ്ടി നമ്മൾ വരിക. ഇവിടെയെല്ലാം അങ്ങനത്തെ വലിയ മരം ഉണ്ടായിന്. കശുമാവിന്റെ മരം. വലിയ കാഷ്നട്ടിന്റെ വലിയ മരം ഉണ്ടായിനിട. ഇപ്പൊ ഇല്ല അല്ലേ? ഉണ്ടാ ഇപ്പൊ പൊറുക്കല. പക്ഷെ അന്നാ ഈ കാടും ഈ മരല്ലാന്ന്. വീടൊന്നും ഇല്ലല്ലോ ഇവിടെയൊന്നും. ഒരു ചെറിയൊരു വഴി. നമ്മളിങ്ങനെ വരും. ഞാൻ നിന്റെ അച്ഛൻ, അങ്ങനെ കുറെ ആൾക്കാർ. കുഴപ്പമില്ല, വ്ളോഗ്. അപ്പോ ഞാൻ അറിയാം. അപ്പൊ ഞാൻ കുറച്ച് ആൾക്കാർ എന്നോട് വ്ളോഗ് ചെയ്യുന്നല്ലേ സംസാരിക്കാൻ വന്നപ്പോ ഞാൻ നിർത്തിയതാട്ടാ എല്ലാം. അപ്പൊ പിന്നെ അങ്ങനെ. അപ്പൊ ഞാന് അമ്മൂന്റെ അച്ഛൻ, അപ്പൊ നമ്മളെല്ലാരും, എൻ്റെ അനിയത്തി, പിന്നെ നമ്മളിങ്ങനെ എല്ലാരും, നമ്മൾ ചെറുതല്ലേ, അപ്പൊ 4 ആളും കൂടി വരും. വന്നിട്ട് 4 ആൾ മാത്രമല്ല, നമ്മൾ അപ്പുറത്തിപ്പുറത്തെ വീട്ടിലെല്ലാരും ഉണ്ടേ, നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും കൂട്ടാണ്. അങ്ങനെ എല്ലാം നമ്മൾ നടന്ന് വന്ന് ഇങ്ങനെ പൊറുക്കിയിട്ട് പോവേ. ഈ കയ്യമ്മാങ്ങ നമ്മൾ പറയാം. ഇനി വേറെ നാട്ടിൽ വേറെന്ത് ഭാഷ അല്ല, എൻ്റെ ഭാഷ ഞാൻ പറയാം. കയ്യമ്മാങ്ങ അണ്ടിയും കയ്യമ്മാങ്ങ. നമ്മളിങ്ങനെ പറയാം അണ്ടിയും കയ്യമ്മാങ്ങ എന്ന് പറയാം. അത് പൊറുക്കിയിട്ട് ഓടും. അതിന്റെ ഓണർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അവര് വരുമ്പോ നമ്മൾ ഇത് എടുത്തിട്ട് ഓടും. ചിലപ്പം ബാക്കിൽ നിന്ന് വരുന്നുണ്ടാവും, ചിലപ്പോ ഉണ്ടാവും നിക്കടാടാന്ന് പറഞ്ഞ്. നല്ല രസാട്ടാ ആ ചെറുപ്പകാലം. നല്ല രസാട്ടാ, അതന്നെ നല്ല രസം. ശരിക്കും നല്ല രസാ. ഇപ്പൊ നോക്കി, ഇപ്പൊ നമുക്ക് റോഡും വണ്ടികൾ. പണ്ട് നമ്മളിങ്ങനെ ഓടി അതിന്റെ ഇടയിലോട്ടെല്ലാം ഓടി പാഞ്ഞിങ്ങനെ എന്താ പറയുക, വരമ്പുകളായിരുന്നു. എന്ത് രസല്ലേ. ഇതുവരെ ഉള്ള അമ്മ, ഇതുവരെ ഇത്ര മതി. പിന്നെ ഇനി അങ്ങോട്ട് വേറെ ഒക്കെ കാട് മുതലല്ലേ അല്ലേ. അപ്പൊ ഇതങ്ങനെയാണ്. ശരി ഉണ്ടല്ലേ. നമ്മളിങ്ങനെ നടന്നു വന്നു ഇങ്ങോട്ടെല്ലാം ഒന്ന് കാണാൻ വേണ്ടി. അതല്ലേ, പോകാനായിപ്പോയി. അതെ. കുടിക്കുന്നു, പശു വെള്ളം കുടിക്കുന്നു. അപ്പൊ അമ്മു കൊച്ച കണ്ടിനാ. അപ്പൊ നമ്മളിതാ, ഞാൻ അവിടെ കുറെ ആളെ കണ്ട് വർത്താനം പറഞ്ഞു കേട്ടാ.
കാരണം ഇവിടെ എല്ലാവരും അറിയുന്ന ആൾക്കാരല്ലേ. അപ്പൊ കുറച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്ന് ഇനി മടങ്ങി വീട്ടിലേക്ക് പോകുന്നു. പറ്റിയെങ്കിൽ ഇപ്പൊ ഒന്ന് ബീച്ചിലേക്ക് പോവാം. ബീച്ചിലെ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ല അല്ലേ, ഇരുടായി പോയി ട്ടാ. ഇത് ഗോതമ്പിന്റെ ഉപ്പുമിന്റെ നല്ല ടേസ്റ്റ് ആട്ടാ, കഴിച്ചു നോക്കട്ടെ. ഗോതമ്പ് ഉപ്മാവ്, നുറുക്ക് ഗോതമ്പ് അല്ല, നുറുക്ക് ഗോതമ്പ് അങ്ങനെയും പറയാം. നുറുക്ക് ഗോതമ്പിന്റെ ഉപ്മാവ്. തേങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇവിടെ പിന്നെ തേങ്ങ ഇഷ്ടം പോലെ ഇട്ടുണ്ട്, എല്ലാത്തിലും തേങ്ങ ഇടും. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇട്ട് വഴറ്റിയതിന് ശേഷം നുറുക്ക് ഗോതമ്പ് കഴുകി ആ വഴറ്റിയ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടച്ചു വെക്കുക. കുക്കറിൽ 2 വിസിൽ. ഉപ്പുമാവ് റെഡി. ഇതാ ഉപ്പുമാവ് ഇങ്ങനെയുണ്ട് കേട്ടാ, നല്ല ടേസ്റ്റ് ഇട്ടാ കഴിക്കാൻ. പിന്നെ അവസാനം കുറച്ച് തേങ്ങ, നമ്മൾ തേങ്ങയുള്ള നാടല്ലേ, അപ്പൊ എന്തിലും തേങ്ങ ഉണ്ടാവും കേട്ടാ. ഉണ്ടാക്കാൻ അറിയാട്ടാ, ഞാൻ ഗൾഫിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം എന്റെ റെസിപ്പി പറയാം, ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ കഴിച്ചു തീരാറായി. ഇത് മുഴുവൻ ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്റെ നാത്തൂൻ എന്നെ ശരിയാക്കും. എന്നോട് പറഞ്ഞു ഇത് മുഴുവൻ കഴിച്ചോണെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് മുഴുവനും കഴിക്കും കേട്ടാ. ഇതാ നാത്തൂൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഞാൻ കഴിക്കുന്നുണ്ടോ. എന്റെ ഏട്ടന്റെ ഭാര്യ കേട്ടാ. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാണ്ട് നടന്നു കേട്ടാ തിന്നുന്നു. തിന്നുന്നതാ മുഴുവൻ കഴിച്ചു മക്കളെ. കഴിഞ്ഞു, പ്ലേറ്റ് കാലി. ഞാൻ പ്ലേറ്റ് കാലിയാക്കി കേട്ടാ. കണ്ടാ, ഞാൻ ഫുള്ള് കഴിച്ചതിലുള്ള ആരാ സന്തോഷിക്കുന്നു നോക്കിയാ. ഞാൻ തേച്ചും കഴിച്ചെന്ന് പറഞ്ഞപ്പോ താങ്ക് യു പറഞ്ഞു.